ഹായ് നമസ്കാരം, ഞാൻ മുബാറക്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കസ്റ്റമൈസ് നെയിം സ്ലിപ്പ് ക്യാൻവ വഴി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ടോപ്പിക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർ നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റായും അതുപോലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ക്യാൻവ വഴി നമുക്ക് വളരെ സിമ്പിളായിട്ട് നെയിം സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യാനും അതിൽ PDF ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്തുള്ള ഏതെങ്കിലും പ്രിൻറ്റിങ് ഷോപ്പുകളിൽ കൊടുത്തിട്ട് സ്റ്റിക്കർ വരുന്ന മോഡൽ പേപ്പറുകളിൽ A3 പേപ്പറിൽ പ്രിൻ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ക്യാൻവ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്യാൻവയിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ക്രിയേറ്റ് ഡിസൈൻ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ വന്നിട്ട് നേരെ A4 എന്ന് ടൈപ്പ് ചെയ്യാം. A4 ഡോക്യുമെൻറ്റ്സിൽ വന്നിട്ട് പോർട്രേറ്റ് സെലക്ട് ചെയ്താൽ മതി. പോർട്രേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പേജ് ഓപ്പൺ ആവും. ഇപ്പോൾ ഞാനിവിടെ പേജ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഇവിടെ പേജ് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് ഈ മാർജിൻ കാണുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് മാർജിൻ കാണാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുകളിൽ നിങ്ങൾക്ക് ഈ മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ ഫയലിൽ വരിക. ഫയലിൽ വന്നിട്ട് ഇവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഓപ്ഷൻ എനേബിൾ ചെയ്തിടാം. അതുകൂടാതെ വേറൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് നെയിം സ്ലിപ്പിൻ്റെ സൈസ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ആഡ് ഗൈഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ആഡ് ഗൈഡ് എന്നുള്ള സെലക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു നെയിം സ്ലിപ്പിൻ്റെ സൈസ് എത്ര വരണം എന്നുള്ളത് കോളമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ആഡ് ഗൈഡിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ഗൈഡിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഇതിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന ഓപ്ഷൻസിൻ്റെതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ എടുക്കാം. ഫയൽസ് വരിക, സെറ്റിങ്സിൽ വരിക, ആഡ് ഗൈഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും 12 കോളത്തിൻ്റെ ഉണ്ട്, 3 കോളത്തിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ 3x3 ഇങ്ങനെ ഉണ്ട്. നമുക്ക് ടോട്ടൽ 12 നെയിം സ്ലിപ്പാണ് ഒരു A4 ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 12 നെയിം സ്ലിപ്പ് നമുക്ക് ഒരു A4 കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആഡ് ഗൈഡ്സിൽ വന്നിട്ട് ഇവിടെ കസ്റ്റം കൊടുത്തപ്പോൾ ഞാൻ ഫസ്റ്റ് മുകളിൽ 2 കൊടുത്തു. ആ ഈ 2 എന്നുള്ളത് മുകളിൽ വരുന്ന 2 താഴേക്ക് 6 അതാണ് ഇവിടെ 6 കൊടുത്തത്. അങ്ങനെ ടോട്ടൽ 2x6 12 നെയിം സ്ലിപ്പ് വരെ നമുക്ക് ഒരു A4 സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഈ ഗ്യാപ്പ് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും 3.5 mm എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3.5 mm എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ സൈസിലേക്ക് വരും. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്ന മെഷർമെൻറ്റിൽ നിങ്ങൾ കൊടുത്താൽ മതി. 10 mm ആണ് ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ മാർജിന് 15. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, മാർജിൻ ഞാൻ 15 കൊടുത്തു. അതേപോലെ തന്നെ ഈ ഗ്യാപ്പ് 10 കൊടുത്തു. ഇനി താഴേക്ക് വരുന്നതും അതേപോലെ തന്നെയാണ്. കാരണം ഇത് ഇങ്ങനെ കൊടുക്കുന്നത് നമുക്ക് ഇത് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്തെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. സെയിം മെഷർമെൻറ്റാണ് ഞാൻ താഴേക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 10 അതേപോലെ 15. ഇനി നിങ്ങൾക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ കൊടുത്ത ഈ ഒരു കോളത്തിൻ്റെ സൈസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസുകളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഞാനിപ്പോൾ ഈ കൊടുത്തിട്ടുള്ള കോളം, അതായത് ഒരു നെയിം സ്ലിപ്പിൻ്റെ സൈസ് 9 സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ വീതി 9 സെൻറ്റിമീറ്ററും നീളം 5.5 സെൻറ്റിമീറ്ററും എന്നുള്ള രീതിയിലാണ് ഒരു നെയിം സ്ലിപ്പിൻ്റെ സൈസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ വലുതാക്കണം എന്നുണ്ടെങ്കിൽ വലുതാക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇവിടെ MM ആണല്ലോ ചോദിക്കുന്നത്, ഞാൻ അളക്കുന്ന സമയത്ത് സെൻറ്റിമീറ്ററാണ് സ്കെയിലുള്ളത് എന്നുള്ള ഡൗട്ട്സൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൽ കയറിയിട്ട് സെൻറ്റിമീറ്റർ ടു മില്ലിമീറ്റർ കൺവേർട്ട് എന്ന് അടിച്ചിട്ട് അവിടെ പോയിട്ട് മെഷർമെൻറ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ ആയില്ലേ? ഇനി ഞാനിവിടെ ആഡ് ഗൈഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു, ഇത്ര ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഓരോ നെയിം സ്ലിപ്പിൻ്റെ സൈസാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് ഇനി ഒന്നും കൂടെ വ്യക്തമാക്കാൻ ഞാനിവിടെ ഈ ഒരു ബോക്സ് ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യാണ്. ഇതാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ ഫസ്റ്റിൽ നിങ്ങൾക്ക് ഒരേ പാറ്റേണിലാണ് എല്ലാം വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരൊറ്റ മോഡൽ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. ഇനി ഞാനിവിടെ നമുക്ക് വരേണ്ട പ്രധാനപ്പെട്ട ഭാഗമാണ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ എലമെൻറ്റ്സിൽ വന്നിട്ട് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ അതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കൂടുതലായിട്ട് ചില കാര്യങ്ങളൊന്നും പറയാതെ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മുമ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസുകളുണ്ട്, അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ വീണ്ടും ഈ ഒരു കോളം തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കളർ ഞാൻ വൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യാണ്. ഇവിടെ എന്തെങ്കിലും എനിക്ക് വേണമെങ്കിൽ ഷേപ്പ് മാറ്റി കൊടുക്കാം. ഷേപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കാണാൻ പറ്റും,
അതുപോലെ ഏത് രീതിയിലുള്ളതാണോ വേണ്ടത് അതൊക്കെ എനിക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ റൗണ്ട് ചെയ്യാനും പറ്റും. ബോർഡർ കോർണർ റൗണ്ടിങ് എന്നുള്ളത് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ അടുത്തൊരു ഓപ്ഷനാണ്, നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് വളരെ നിർബന്ധമായിട്ട് വരും. അപ്പോൾ ഇത് ഒന്ന് നിങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്യുക, വെയിറ്റ് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഡോട്ടാക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം. ആ ഒരു എലമെൻറ്റ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കൂടുതൽ മൂവ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഇനിയിപ്പോൾ ഇത് മാത്രം ജസ്റ്റ് കുറച്ച് ചേഞ്ചസുകൾ വരുത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം, പേര് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ക്ലാസ് ഏതാണ്, ഡിവിഷൻ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ചെയ്യുക. ആദ്യമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ഡീറ്റെയിൽ എൻ്റർ ചെയ്ത് വെക്കുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് പേര് എൻ്റർ ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ എന്നുള്ള രീതിയിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഒരു ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ടെക്സ്റ്റിൽ വന്നിട്ട് പേര് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനത് വീണ്ടും ചെറുതാക്കി 12 മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 9 കൊടുക്കാം. അതുപോലെ ഫോണ്ട് സ്റ്റൈൽ ഒന്ന് മാറ്റാം. ഫോണ്ട് സ്റ്റൈൽ മാറ്റാൻ വേണ്ടി ഇവിടെ മുകളിൽ നിങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഏത് ഫോണ്ട് സ്റ്റൈലാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഈ ക്ലാസ് എന്നുള്ളതിന് ഒരു സൈസ് സെറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഫോണ്ട് സ്റ്റൈലും സെറ്റ് ചെയ്തു. അപ്പോൾ ഇനി എനിക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു സ്റ്റൈലും ഈ ഒരു സൈസാണ് ബാക്കിയെല്ലാം എൻ്റർ ചെയ്യാൻ പോകുന്ന എല്ലാത്തിനും വേണ്ടത്. ഞാൻ അതിന് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു. ഇനി ഇവിടെ ഡിവിഷൻ വേണം. അപ്പോൾ DIV എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാധാരണ ഒരു നെയിം സ്ലിപ്പിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുക്കാം. അത് നിങ്ങൾക്ക് എൻ്റർ ചെയ്തിട്ട് കൊടുക്കണമെങ്കിൽ എൻ്റർ ചെയ്തിട്ട് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ കൊടുത്തപ്പോൾ ഈ ഒരു ബോക്സ് അലൈൻമെൻറ്റ് ചെറുതായിട്ട് വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് അൺലോക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് വലിപ്പം കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ ഈ ബോർഡർ ഞാൻ റൗണ്ട് ചെയ്തത് ഒന്നും കൂടെ ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും ചെയ്തു. ഓൾമോസ്റ്റ് ഒരു നെയിം സ്ലിപ്പിൻ്റെ സ്ട്രക്ചറായി മാറി. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഈ ഒരു കാര്യം ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യുന്നതിനെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിനാണ്. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 രീതിയിൽ ചെയ്യാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും റിമൂവ് ചെയ്യാതെ തന്നെയുള്ള ഒരു മോഡൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോ ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഫോട്ടോയിൽ ഈ കുട്ടി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അത് ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വന്നു. ഞാനിവിടെ ഈ ഗ്രീൻ കൊടുത്ത ആ ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്ലെയിനായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് അത് അൺലോക്ക് ചെയ്യുക. അൺലോക്ക് ചെയ്തിട്ട് ഇവിടെ വൈറ്റ് കൊടുക്കുക. അപ്പോൾ വൈറ്റ് കൊടുത്തിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ചെറുതാക്കി കൊടുക്കുക. ഇങ്ങനെ കൊടുത്തിട്ട് ചെയ്യാം. ഇങ്ങനെ കൊടുത്ത് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചെറിയൊരു ഗ്രാഫിക്സ് പോലെ എന്തെങ്കിലുമൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പെറൻസി കുറച്ച് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു രീതിയിലും ചെയ്യാം. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒന്നും കൂടെ കളർഫുള്ളായിട്ടുള്ള രീതിയിലാണ്. എന്നിട്ട് ഞാൻ ഈ ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ആണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഗൂഗിളിൽ വരിക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണാൻ പറ്റും www.remove.bg എന്നുള്ള ഈ ഒരു സൈറ്റിൽ വന്നിട്ട് കുട്ടികളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ആണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഒക്കെ ചെയ്ത് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഞാൻ ഇതിലേക്ക് വേണ്ട കുറച്ച് എലമെൻറ്റ്സുകൾ ആഡ് ചെയ്യാണ്. ഇവിടെ ഞാൻ എൻ്റെ നെയിം സ്ലിപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കാം. അതേപോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കോപ്പി അടിച്ചിട്ട് CTRL-C അടിച്ചിട്ട് CTRL-V ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യാണ്.
ഇനി വളരെ ഈസിയാണ്, ഇനി ഒന്നും ചെയ്യില്ല. ജസ്റ്റ് കൺട്രോൾ അടിക്കുക, മൊത്തം ജസ്റ്റ് എന്ത് ചെയ്യുക, മൗസിൻ്റെ മൊത്തം ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക, സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ട് നേരെ താഴത്തെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചുള്ള ഒരു മാർജിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുക. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു പേജിൽ ടോട്ടൽ 12 നെയിം സ്ലിപ്പ് വരെ സെറ്റ് ചെയ്താൽ വയ്ക്കാൻ പറ്റും. പേജ് മൊത്തം സെലക്ട് ചെയ്യുക, മൊത്തം സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാൻവയിലേക്ക് വരിക. ക്യാൻവയിലേക്ക് വന്നിട്ട് A3 സെലക്ട് ചെയ്യുക, A3 ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുക. A3 ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു പേജിലേക്ക് തന്നെ വന്നിട്ട് ജസ്റ്റ് Ctrl+C അടിക്കുക. എന്നിട്ട് ഇവിടെ വരിക, Ctrl+V എൻ്റർ ചെയ്യുക. Ctrl+V എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സൈസ് നേരെ തിരിച്ചു വെക്കാം. ഇതിനെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഒരു A3-ൽ 24 നെയിം സ്ലിപ്പ് വരെ പ്രിൻ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഗ്യാപ്പ് മാർജിനൊക്കെ കുറച്ച് കൂടുതലാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് കുറച്ചിട്ടും സെറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് 30 വരെയൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇത് നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, PDF-ലേക്ക് ഡൗൺലോഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഷെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും PDF പ്രിൻ്റ് എന്നുള്ളത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫയൽ ഡൗൺലോഡായി. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും A3-ൽ ഇവിടെ നിങ്ങൾക്ക് നെയിം സ്ലിപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഫ്ലെക്സ് പ്രിൻ്റ് ചെയ്യുന്ന ഷോപ്പുകളിലൊക്കെ ഈ ഒരു പ്രിൻ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും. അതേപോലെ തന്നെ ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതിനുള്ള സംവിധാനങ്ങളുണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. A3-ലാണ് പ്രിൻ്റ് എടുക്കേണ്ടത്. ഞാൻ A3-ലുള്ള സൈസാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരികയാണ്, ഇപ്പം ഞാനിപ്പോൾ ഈ ഡിസൈൻ ചെയ്തിട്ടുള്ള സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, അത് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഒരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ആദ്യം റഫായിട്ട് A4-ൽ പ്രിൻ്റ് ചെയ്യാം. ആ A4-ൽ പ്രിൻ്റ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം A4-ൽ, ഇപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് നമ്മൾ ആദ്യം ഒരു A4-ലാണ് ഈ ഒരു ഡിസൈനൊക്കെ സെറ്റ് ചെയ്തത്. എന്നിട്ട് ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്, A3-ലേക്ക് മാറ്റിയത്. അപ്പോൾ ആദ്യം ഡിസൈൻ ചെയ്ത ആ ഒരു A4-ലുള്ള ഫയൽ PDF-ലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് അത് ഒരു A4-ൽ പ്രിൻ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.